ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട പുരുഷോത്തമ മാസം കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ 15-ാം തീയതി ഏകദേശം 5 ദിവസമായി പുരുഷോത്തമ മാസ വ്രതങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഓൺലൈൻ ക്ഷേത്രവും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഫിസിക്കലി എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി എല്ലാവർക്കും ഉള്ള രാവിലത്തെ മംഗളാരതി, പിന്നെ നാമജപം, പിന്നെ നിത്യമായുള്ള സത്സംഗം പോലുള്ള കാര്യങ്ങൾ. ആ പരമ്പരയിൽ തുടക്കം കുറിക്കാനായി ഇന്ന് നമ്മൾ കുന്തി സ്തുതി, ഇന്നും നാളെയും 2 ദിവസമായി കുന്തി സ്തുതി. എല്ലാവർക്കും അറിയാം, ഭാഗവതത്തിൽ അനേകം സ്തുതികൾ, പ്രാർത്ഥനകളുണ്ട്. ഭീഷ്മസ്തുതി, ഗജേന്ദ്രസ്തുതി, പ്രഹ്ലാദസ്തുതി, രുദ്രഗീതം, പിന്നെ വേദങ്ങളുടെ പ്രാർത്ഥനകൾ, ഗോപികാഗീതം എന്ന് അനേകം പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മളെ ഭഗവാന്റെ അടുത്തുള്ള ആശ്രയം കൂട്ടാൻ വേണ്ടിയുള്ളതാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ഭഗവാനുമോടുള്ള ഡിപ്പെൻഡൻസ്. ഭൗതിക ലോകത്തിൽ ഉള്ള കാഴ്ചപ്പാടിലിരുന്ന് അല്പം വ്യത്യസ്തമാണിത്. ഒരു ആത്മീകവാദി തികച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൗതിക ലോകത്തിൽ ഒരിക്കലും ആർക്കും 100% തൃപ്തരായി കഴിയാൻ സാധിക്കില്ല. അത് ഓരോ ആത്മീകവാദിയും തികച്ചും സാക്ഷാത്കരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ ലോകത്ത് നമ്മുടെ കുടുംബമാകട്ടെ, സമ്പത്താകട്ടെ, ബന്ധങ്ങളാകട്ടെ, നേട്ടങ്ങളാകട്ടെ, ഒരിക്കലും ഒരു വ്യക്തിക്കും 100% സംതൃപ്തി ഈ ലോകത്തിൽ നേടാൻ സാധിക്കില്ല. സാധിക്കോ? ഒരിക്കലും സാധിക്കില്ല. എന്നാലും നമ്മൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇനിയൊന്നിൽ കിട്ടും എന്ന് വേറെ വാതിലുകൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഓരോന്നിലും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും, ഇതിൽ സംതൃപ്തിയില്ല, ഇതിൽ സംതൃപ്തിയില്ല. അങ്ങനെ സാക്ഷാത്കരിച്ച് ഭഗവാനോടുള്ള ആശ്രയം, ഭഗവാനോടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ്, അതിനെ വളർത്തുന്നതാണ് പ്രാർത്ഥന. പ്രഭുപാദർ പറയുമായിരുന്നു, പ്രഭുപാദർ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുമായിരുന്നു. ദിവസവും ദർശനാരതി, അദ്ദേഹം ഭഗവാനെ ദർശനമെടുക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രഭുപാദ് സ്വാമികൾ പിന്നെ കുറച്ചു നേരം അവിടെ ഭഗവാന്റെ മുമ്പേ നിൽക്കും. ചില സമയം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണീര് വരുന്നത് ഭക്തർ കണ്ടിട്ടുണ്ട്. പല ഭാവങ്ങൾ ഭക്തന്മാർ പ്രഭുപാദരുടെ മുഖത്തിൽ കണ്ടിട്ടുണ്ട്. വളരെ അന്യോന്യം ആത്മാർത്ഥമായി നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും അത് നടത്തിത്തരിക തന്നെ ചെയ്യും. പക്ഷെ പ്രഭുപാദരെ പോലെ ഉന്നതരുടെ പ്രാർത്ഥനകൾ ഭൗതിക നേട്ടങ്ങൾക്കായിരിക്കില്ല. നമ്മുടെ കുടുംബപരമായി, വ്യക്തിപരമായി, സ്വാർത്ഥതയായിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കില്ല. ലോക ജനതയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പ്രപഞ്ചങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ ഉള്ളൊരു പ്രാർത്ഥന. അപ്പൊ ദിവസവും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ
നമ്മളുടെ ഭഗവാനോടുള്ള ഡിപ്പെൻഡൻസ്, ആശ്രയം വർദ്ധിക്കും. ഭൗതിക ലോകത്തിൽ ഉള്ള ആശ്രയം നമ്മൾ ഉപേക്ഷിക്കും ക്രമേണ. നമ്മൾ ഭക്തരൊക്കെ തന്നെ ആണെങ്കിലും എവിടെയാണ് ഞാൻ എൻ്റെ സെക്യൂരിറ്റി, എൻ്റെ സംരക്ഷണ ബോധം ഞാൻ എവിടെയാ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് സ്വയം നമ്മളടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സംരക്ഷണ ബോധം ഞാൻ എവിടെയാ നിക്ഷേപിച്ചിരിക്കുന്നത്? ഭക്തരൊക്കെ തന്നെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പൈസയിലായിരിക്കും, ബാങ്കിൽ ഉണ്ടാകുന്ന ആ ബാലൻസിലായിരിക്കും നമ്മൾ ആ സംരക്ഷണം നിക്ഷേപിച്ചിരിക്കുന്നത്. ചിലര് അവരുടെ ഭർത്താവിലോ കുടുംബത്തിലോ ആയിരിക്കും ആ ഒരു സംരക്ഷണം നിക്ഷേപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായ കഴിവിലായിരിക്കും അവരുടെ സംരക്ഷണം നിക്ഷേപിച്ചിരിക്കുന്നത്. അത് തികച്ചും അതൃപ്തി ഉളവാക്കും. ഒരിക്കലും ഒരു ഭക്തന് 100% അതിൽ തൃപ്തി ഉണ്ടാവുകയില്ല. അപ്പോ ഇത് സാക്ഷാത്കരിച്ചിട്ട് ക്രമേണ അവർ ഭഗവാനോടുള്ള ആശ്രയം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഡിപ്പെൻഡൻസ്, ഭഗവാനോടുള്ള ഡിപ്പെൻഡൻസിനെ അവർ വളർത്തിക്കൊണ്ടേയിരിക്കും. അതാണ് പ്രേയേഴ്സ് എന്ന് പറയുന്നത്, പ്രാർത്ഥനകൾ സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു തവണ പ്രഭുപാദ് സ്വാമികൾ അടുത്തൊരു ഭക്തൻ ചോദിച്ചു, പ്രഭുപാദരെ മായ പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഭുപാദർ ഉടനെ മറുപടി പറഞ്ഞു, ഞാൻ മായയ്ക്ക് അതീതനാണ് എന്ന്. നമ്മളെല്ലാവരെയും മായ പിടിക്കും. പിടിക്കൂന്നല്ല, എനിക്ക് തോന്നുന്നു 24 മണിക്കൂറും അതിന്റെ പിടിയിൽ തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ പിടിയിലല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. അപ്പൊ പ്രഭുപാദർ മായയുടെ പിടിയിലില്ല എന്ന് പറഞ്ഞു. ആ മറുപടി ആ ശിഷ്യന് അത്ര തൃപ്തികരമല്ലായിരുന്നു. കാരണം അതിനകത്തൊരു അഹങ്കാരത്തിന്റെ ഒരു ധ്വനി ഉള്ളതായി തോന്നി. അത് കഴിഞ്ഞ് ദർശനത്തിന് ചെന്ന പ്രഭുപാദർ സമയം പതിവിലിരുന്ന് വ്യത്യസ്തമായി അല്പം അധികം സമയം ഭഗവാന്റെ മുമ്പേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, മായ എന്നെ പിടിക്കരുത് എന്ന് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു മായ എന്നെ പിടിക്കത്തില്ല, പിന്നെ പറഞ്ഞു മായ എന്നെ പിടിക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സോ ഇത്രയും ഉയർന്ന ഉന്നതനായ ആചാര്യൻ പോലും മായ എന്നെ പിടിക്കരുത് എന്ന് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എത്ര തീവ്രമായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ മറ്റു ഋഷിമാരും രാജാക്കന്മാരും സന്യാസിമാരും പരമദേവന്മാരുടെയും പ്രാർത്ഥനകൾ സ്തുതികൾക്ക് സമാനമായി കുന്തി എന്ന് പറയുന്ന ഒരു രാജകുമാരിയുടെ പ്രാർത്ഥനയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം അത് ഉയർന്നതാണെങ്കിൽ അതിൽ അവർ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഭാഗവതത്തിൽ. അപ്പോ കുന്തി മാതാവിന്റെ പ്രാർത്ഥനയിൽ ഒന്ന് രണ്ട് വിഷയം നമുക്ക് വളരെ നമ്മുടെ ശ്രദ്ധയെ പിടിക്കുന്നതായിരിക്കും. അതിൽ ഒന്ന്, കുന്തി മഹാറാണി 100% തികച്ചും പറയുന്നു, ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ ഒരു വിഷയത്തിലും നമുക്ക് 100% തൃപ്തി ഉണ്ടാവുകയില്ല. ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരിക്കലും ഭൗതിക വസ്തുക്കളെയോ ഭൗതിക വ്യക്തികളെയോ വിമർശിക്കുകയോ സ്തുതിക്കുകയോ പാടില്ല. അതും പറയുന്നുണ്ട്. ഇത് ശരിയല്ല.
എന്നും പറഞ്ഞ് ഇതിനെ 24 മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണത, ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ക്രിട്ടിക്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. ക്രിട്ടിക് എന്ന് പറയുന്നതിന് മലയാളത്തിൽ എന്താണ്? വിമർശകൻ. എല്ലാത്തിനെയും വിമർശിക്കുന്ന. എന്താണ് ഈ പരിപാടി ഇന്ന് കുളമായത്? അത് ഇവർ ഇന്ന സമയത്ത് ചെയ്തില്ല, അവർ അത് ചെയ്തില്ല. എപ്പോഴും നമ്മളെ വിട്ടിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായി ഒരു ശ്ലോകം പറയുന്നു, പരസ്വഭാവ കർമാണി ന പ്രശംസേന ന ഗാർഹയേത്. പരസ്വഭാവ കർമാണി ന പ്രശംസേന ന ഗാർഹയേത്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് തന്ന ഉപദേശമാണ്. മറ്റുള്ള വ്യക്തികളുടെ സ്വഭാവത്തിനെ പരസ്വഭാവ കർമാണി ന പ്രശംസേന, ആരെയും പ്രശംസിക്കേണ്ട കാര്യവുമില്ല. ന ഗാർഹയേത്. മലയാളത്തിലും ആ വാക്ക് ഉപയോഗിക്കും. ഗാർഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ചെയ്യാറില്ല അങ്ങനെ ഒരു വേർഡ്. ഉള്ളിലുള്ളതല്ല. വോമിറ്റിംഗ്. വോമിറ്റിങ്ങിന് മലയാളത്തിൽ എന്ത് പറയും? അത് സോ ഗാർഹിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അഴുക്ക്. ചിലരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അയാളെ ഇനി എന്താ പറയുക, എത്ര കൊലപാതകം ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും നമ്മൾ കൊല്ലും ഒരാൾ. ചിലപ്പം നേരിട്ട് ചെയ്യും, ചിലപ്പം എന്താ പറയുക ഒളിച്ചിരുന്ന് ചെയ്യും. ന പ്രശംസേന ന ഗാർഹയേത്. ഈ ബൗദ്ധി കൃഷ്ണ ഭഗവാൻ ഉദ്ധവരടുത്ത് പറയാ, ഈ ഭൂമിയിൽ ആരെയും പ്രശംസിക്കേണ്ട കാര്യവുമില്ല, എന്നാൽ ഭക്തന്മാരെ പ്രശംസിക്കുന്നത് വേറെയാണ്. ഭൗതിക ലോകത്തിൽ ആരെയും പ്രശംസിക്കാനും പാടില്ല, മറിച്ച് എന്ത് ചെയ്യാനും പാടില്ല? ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല. ഇപ്പൊ കുന്തി മഹാറാണിയുടെ സ്തുതി നോക്കിക്കഴിഞ്ഞാല് കുന്തി മഹാറാണിക്ക് ഉണ്ടായ പീഡനങ്ങൾക്കൊരു അതിരൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ നിസാരമായ പ്രശ്നമാണ്. കുന്തി മഹാറാണിക്ക് വളരെ സംരക്ഷണ ബോധമുണ്ടായ ഒരു ജീവിതമേ ഇല്ലായിരുന്നു. കുന്തി മഹാറാണി രാജകുമാരിയായി ജനിച്ചു. ചില എന്താ പറയാ, ചില വർഷങ്ങൾ 1 or 2 ഒരു വീട്ടിൽ വളർന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അതെന്താ പറയാ, ഭഗവാന്റെ അച്ഛനാരാ? വസുദേവരുടെ അച്ഛൻ. ഓക്കെ. സുരസേന എന്ന രാജാവ്, ഉഗ്രസേന രാജാവിന്റെ സഹോദരൻ. ഉഗ്രസേനൻ ആരാ? ദേവകിയുടെ കംസന്റെ ഒക്കെ അച്ഛൻ, വളർത്തച്ഛനാണ്. പക്ഷെ എനിവേ, സുരസേന രാജാവിന്റെ മകളാണ് കുന്തി. എന്ന് വെച്ചാൽ ഭഗവാന്റെ എന്ത് പറയാം, അച്ഛന്റെ സഹോദരിയായിട്ടൊക്കെ വരും കുന്തി. 2 വയസ്സായപ്പോ, 1 or 2 വയസ്സായപ്പോ ഇങ്ങനെ എന്താ പറയാ, ചിരിച്ച് കളിക്കുന്ന ഒരു പ്രായം. ഒരു ദിവസം തന്റെ ആത്മാർത്ഥ സുഹൃത്തായ കുന്തിഭോജ മഹാരാജാവ് സുരസേനന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്ത് സുന്ദരിയായി രാജകുമാരി, എന്തെല്ലാം സൽഗുണങ്ങളായി രാജകുമാരിക്കുള്ളത്,
എനിക്ക് ഗിഫ്റ്റായിട്ട് തരുമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി. പണ്ട് അങ്ങനെയൊക്കെയാ വീട്ടിൽ ഗിഫ്റ്റ് ചോദിക്കുക. ചൈതന്യ മഹാപ്രഭുയുടെ സഹോദരനെ ഒരു ബ്രാഹ്മണൻ വന്ന്, വഴിപോക്കൻ, മഹാപ്രഭുയുടെ വീട്ടിൽ, ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ ഒരു നേരം ഭക്ഷണത്തിനായി കൂടി. ഭക്ഷണവും കഴിച്ച ആ ബ്രാഹ്മണൻ വീട്ടിലിരുന്ന് ഇറങ്ങിയപ്പോൾ ജഗന്നാഥ് മിശ്രയും സച്ചി മാതാവും പഴങ്ങളും വസ്ത്രവും ദക്ഷിണയൊക്കെ കൊടുത്തു ആ ബ്രാഹ്മണന്. ആ ബ്രാഹ്മണൻ ചോദിച്ചു, എനിക്ക് ദക്ഷിണയായിട്ട് നിങ്ങളുടെ മൂത്ത പുത്രനെ താ, എനിക്കൊരു സഹായി, പരസഹായി ആവശ്യമുണ്ട്. ഞാൻ നീണ്ട ഒരു തീർത്ഥാടനത്തിലേക്ക് പോവുകയാണ്, എനിക്കൊരു പരസഹായി ആവശ്യമുണ്ട്, തരൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണനെ നിഷേധിക്കാൻ സാധിക്കാത്ത ആ ജഗന്നാഥ് മിശ്ര മകനെ ദാനമായി. നമ്മുടെ വൈഷ്ണവ കഥകളിൽ ഈ ദാനം എന്നൊക്കെ പറയുന്നത് അത്രയും ഉയർന്നതാണ്. ഇന്ന് നമ്മൾക്ക് അങ്ങനത്തെ മനസ്സൊന്നുമില്ല, അത്രയും ദാനം ചെയ്യുന്ന മനസ്സൊന്നും ഇന്ന് കാലത്തെ ആൾക്കാർക്കില്ല. നമുക്ക് വേണ്ടാത്തത്, വീട്ടിൽ അധികപ്പറ്റായിരിക്കുന്നത്, ഇഷ്ടമില്ലാത്തത്, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ദാനം കൊടുക്കും. ഇഷ്ടമുള്ളത്, നമുക്ക് വേണ്ടപ്പെട്ടത്, പ്രിയമായത് അതൊന്നും കൊടുക്കത്തില്ല. ആ ദാനമല്ല പ്രാധാന്യം, ആ ദാനത്തിന്റെ പുറകെ ഉള്ള ബോധമാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ഭഗവാൻ അല്ലെങ്കിൽ ഞാൻ സേവനത്തിന് എത്ര കൊടുത്തു എന്നുള്ളതിനേക്കാളും ഞാൻ എനിക്ക് വേണ്ടി എത്ര മാറ്റിവെച്ചു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ കുന്തിഭോജ മഹാരാജാവ് മകളെ ദാനമായി ചോദിച്ചു. സുരസേനൻ കുന്തിയെ അങ്ങ് ദാനമായി കൊടുത്തു. അന്ന് മുതൽ കുന്തി മഹാറാണി സുരസേനന്റെ മകളല്ല. ആരുടെ മകളാണ്? കുന്തിഭോജ രാജാവിൻ്റെ മകളാണ്. ആ വീട്ടിൽ വളരുകയായി. എന്നാലും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം എന്താ പറയാ, ഉത്സാഹത്തോട് സേവനം ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു കുന്തി. നമ്മളിൽ പലർക്കും മടി എന്നുള്ളത് ആ ക്യാരക്ടറിൽ തന്നെ ഉണ്ട്. അത്തരം വ്യക്തികൾക്ക് ആത്മീക ജീവിതത്തിൽ ഉയരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആലസ്യം വ്യപനി യദ്ഭക്തി സുലഭം ധ്യായസ്വ നാരായണം ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിംന ക്ഷമഃ. ആലസ്യം വ്യപനി യദ്ഭക്തി സുലഭം. മടി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സുലഭമാണ്? ഭക്തി സുലഭം. ഒരുപാട് മടിയുണ്ട് നമ്മളിൽ പലർക്കും. പിന്നെ മനസ്സ് എന്ത് ചെയ്യുംച്ചാൽ ഇഷ്ടപ്പെട്ട എളുപ്പമുള്ള ഒരു സേവനത്തിനെ മനസ്സ് കണ്ടുപിടിച്ചിട്ട് ഇതാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മൾ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കും, മറ്റ് സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇവിടെ കുന്തിഭോജ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ദുർവാസ മഹർഷി വന്നു. ദുർവാസ ഋഷിയെ കണ്ടപാട് എല്ലാവരും പല ദിശയിൽ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കുന്തി മഹാറാണി മാത്രം ദുർവാസാവിനെ സേവിച്ചു. 1 വർഷകാലം ഈ അതിഥി ആ വീട്ടിൽ തന്നെ താമസിച്ചു. നമ്മുടെ വീട്ടിൽ 1 വർഷമൊക്കെ ഒരു ഗസ്റ്റ് വന്നിരുന്ന എങ്ങനെയായിരിക്കും അവസ്ഥ? 1 വർഷകാലം. ഭർത്താവിനെ പോലും വർഷത്തിൽ 3 പ്രാവശ്യം മാറ്റുന്ന ഒരു സൊസൈറ്റിയാ ഇപ്പോൾ. അപ്പോൾ 1 വർഷകാലം ദുർവാസാവ് കുന്തിയുടെ കൊട്ടാരത്തിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ കുന്തി മഹാറാണി ആദ്യം കാണിച്ച അതേ ഉത്സാഹത്തോട് അവസാനം വരെയും ദുർവാസാവിനെ സേവിച്ചു. അങ്ങനെ ദുർവാസാവ് കൊടുത്ത അനുഗ്രഹമാണ്
ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ചാലും ആ ദേവന്റെ അനുഗ്രഹം കൊണ്ടൊരു സന്താന ഭാഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കുന്തിക്ക് ആരെ കിട്ടി? കർണനെ കിട്ടി. അപ്പൊ കുന്തിക്ക് വയസ്സ് 8 or 10. ആദ്യം ജനിച്ച വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇനിയൊരു വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസത്തിൽ വീണ്ടും കയ്യിൽ എന്താണ്? ഇനി അതൊരു കുട്ടി, അതിന്റെ കയ്യിൽ ഇനിയൊരു കുട്ടി. ഇനി അതിനെ ഒരു വിധത്തിൽ ആറ്റിലൊക്കെ കളഞ്ഞ് എങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഇരുന്നപ്പോ 10-14 വയസ്സിൽ കുന്തിക്ക് വീണ്ടും വിവാഹം. പാണ്ഡുവിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങളിൽ തന്നെ 20 വയസ്സ് പോലും തികഞ്ഞില്ല, കുന്തി വിധവയായി, പാണ്ഡു മരിച്ചു. അതായത് ഒരു വളരെ പ്ലസന്റായിട്ട്, അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ, ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്തിൽ ഒരുപാട് മെമ്മറീസ് എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെയാ, ആൾക്കാരിങ്ങനെ കഥകഥയായി പറയും. പക്ഷെ കുന്തി മഹാറാണിക്ക് ഓർത്തു വെക്കാൻ അങ്ങനെ ഒരു സുഖകരമായ ഒരു ലൈഫ് തന്നെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത്ര ഉണ്ടായിട്ടും കുന്തി സ്തുതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തിനെ കുന്തി മഹാറാണി വിവരിക്കുമെങ്കിലും കുന്തി എവിടെയും തന്നെ ഭൗതിക ലോകത്തിനെ കുറ്റപ്പെടുത്തിയില്ല. പരസ്വഭാവ കർമാണി ന പ്രശംസേന ന ഗാർഹയേത്. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ, മറ്റുള്ളവരുടെ ശീലങ്ങളെ നമ്മൾ സ്തുതിക്കാനും പാടില്ല, വേറെന്ത് പാടില്ല? നിന്ദിക്കാനും പാടില്ല. സോ മുഴുവൻ കുന്തി സ്തുതിയിൽ നോക്കിക്കഴിഞ്ഞാലും കുന്തി മഹാറാണി ഭൗതിക ലോകത്തിനെയോ വ്യക്തികളെയോ സാഹചര്യത്തിനെയോ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളൊക്കെ കുറ്റപ്പെടുത്താറുണ്ടോ? മറ്റുള്ളവരെ, വ്യക്തികളെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ഇന്നത്തെ ദിവസം നമ്മൾ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു ദിവസം പോലും കടക്കാൻ പറ്റില്ല. സോ അമേരിക്കയിൽ ചെന്നപ്പോ പ്രഭുപാദർക്ക് 1-2 തവണ വളരെയധികം ആരോഗ്യം ബാധിച്ചു. ആ 2 തവണയും പ്രഭുപാദർ തന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, കുന്തി സ്തുതി പാടാനായിട്ട്, നരസിംഹ പ്രാർത്ഥനയും കുന്തി സ്തുതി പാടാനുമായിട്ട് പറഞ്ഞു. പ്രഭുപാദർ പറഞ്ഞു, എനിക്ക് ഭീഷ്മദേവന്റെ ജീവചരിത്രവും കുന്തി മഹാറാണിയുടെ ജീവചരിത്രവും സേവനം ചെയ്യാൻ ഒരുപാട് പ്രോത്സാഹനം തരുന്നുണ്ട് എന്ന് പ്രഭുപാദർ പറഞ്ഞു. ഇവർ 2 പേരുടെയും ലൈഫ് ഹിസ്റ്ററി. സോ ഇത്ര നെഗറ്റീവ്, അതാണ് ആ ശ്ലോകത്തിൽ വരുന്നത്. വിഷാൻ മഹാ അഗ്നി പുരുഷാദ ദർശനാത് അസത് സഭായ വനവാസ. അതായത് അനേക വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ തന്നെ ഒരു ജീവിതമായിരുന്നു ആരുടെ? പക്ഷേ ഭഗവാനെ ആശ്രയിക്കുന്നതിൽ കുന്തി മഹാറാണി നിരുത്സാഹപ്പെട്ടിട്ടേയില്ല. നമുക്കൊരു പരീക്ഷണം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഭക്തിയിൽ ഒരു ചോദ്യം വരും, ഇതൊക്കെ ശരിയാണോ? ഇത്രയും ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നല്ലോ, ദൈവമുണ്ടോ? അല്ല ഞാൻ വെറുതെ നാമം ജപിച്ച് ദിവസവും എൻ്റെ സമയം കളയുകയാണോ? ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി ചോദ്യങ്ങൾ മനസ്സിൽ വരും. ചിലപ്പം ഇപ്പം ഇല്ലെങ്കിലും തുടക്കകാലത്ത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാകും. ശരിയാണോ തെറ്റാണോ? അല്ലേ? നമ്മൾക്ക് ഭക്തിയുടെ മീതെ ഒരു സംശയം വരും. പക്ഷെ ഇവിടെ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും കുന്തി മഹാറാണിയുടെ ഭക്തി ദൃഢമാവുകയാണ് ചെയ്തത്. സോ
1-ാം സ്കന്ധം 8-ാം അധ്യായം 18-ാം ശ്ലോകം എടുക്കുക. 1:8:18. സമയം എത്രയായി? 1:8:18. നമസ്യേ പുരുഷം ത്വാദ്യം നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം അന്തർബഹിർ അവസ്ഥിതം. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. കുന്തി ഭഗവാനെ സ്തുതിക്കുകയാണ്. നമസ്യേ പുരുഷം. ഇവിടെ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പുരുഷൻ എന്ന ഒരു വാക്കുണ്ട്. പുരുഷൻ എന്ന വാക്കിന് സ്ഥിരം, ഫോക്കസ്ഡ്, അചഞ്ചലം, നയിക്കുന്ന എന്ന് പല പല അർത്ഥങ്ങളുണ്ട് പുരുഷം എന്ന വാക്കിന്. ഈ പ്രകൃതിയിൽ നമുക്ക് സ്ഥിരമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഭഗവാൻ. ഇപ്പോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ്. അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് പല്ലുവേദന വന്നാൽ ഒരു 50% പല്ലുവേദന അമ്മയ്ക്ക് എടുക്കാൻ പറ്റുമോ? സ്നേഹമായതുകൊണ്ട് 50% പല്ലുവേദന അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എത്ര തന്നെ സ്നേഹം ഇതൊക്കെ ആണെങ്കിലും അവർ കൂടെ ഇരിക്കും, വേണമെങ്കിൽ കുറച്ച് കരയും, ചിരിക്കും. പക്ഷെ അവനവന്റെ പല്ലുവേദന ആരനുഭവിക്കണം? അവനവൻ തന്നെ അനുഭവിക്കും. അപ്പോ ഈ ബാക്കി എല്ലാം ഭഗവാനെ ഒഴിയെ ബാക്കി എല്ലാം പ്രകൃതിയാണ്, പുരുഷൻ. അടുത്ത വാക്ക് നമസ്യേ പുരുഷം, ഭഗവാനെ സ്തുതിക്കുന്നു. അടുത്ത വേർഡ് എന്താണ്? നമസ്യേ പുരുഷം ത്വാദ്യം. ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആദി ഭഗവാനാണ്, എല്ലാ ഉത്ഭവങ്ങളുടെയും ആദ്യത്തെ ഉത്ഭവം ഭഗവാൻ. ഇനിയൊരർത്ഥം, ഈ സ്തുതി തുടങ്ങുന്ന മുമ്പേ ഞാൻ ആദ്യം ഭഗവാനെ സ്തുതിക്കും. രണ്ടർത്ഥം. എല്ലാത്തിൻ്റെയും തുടക്കം ഭഗവാനാണ്. ഇനിയൊരർത്ഥം, ഞാൻ ഭഗവാനെ ആദ്യം സ്തുതിക്കുന്നു. എല്ലാം ഈ പ്രകൃതി എല്ലാത്തിൻ്റെയും പരമമായ നിയന്താവ് ഈശ്വരം പ്രകൃതേ പരം. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പരമനിയന്താവ്, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഭഗവാൻ. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങൾക്കും കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ പ്രചാരത്തിന് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണക്കാർ ഈ ചോദ്യം വെല്ലുവിളിയായിട്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പം മറ്റു ചിലര് വളരെ പതുക്കെ വന്നിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭഗവാനായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രണ്ട് ചോദ്യം ഒന്ന് തന്നെ, പക്ഷെ ടോണ് ഡിഫറെൻ്റ് ആണ്.
ഭൗതികവാദികൾ എന്താ പറയാ, വെല്ലുവിളിയായി ചോദിക്കും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ചിലർ വന്നിട്ട് എന്തെങ്കിലും പേഴ്സണൽ അനുഭവം. ഒരിക്കലും ഒരു സന്യാസി, കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന പ്രഭുപാദരുടെ ശിഷ്യനായ ഒരു സന്യാസി ഈ യാത്ര ചെയ്യുമ്പോൾ ഈ വിമാനത്താവളങ്ങളിലൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും ഈ ആധ്യാത്മികമൊന്നും അനുവദീയമല്ല. നമ്മൾ തന്നെ പാൻറ് ഷർട്ട് ഇട്ടിട്ട് പോകേണ്ടി വരും. കാവിയൊന്നും ഇടാൻ പറ്റില്ല. തലയിലുള്ള കുടുമിയെല്ലാം തൊപ്പി വെച്ച് മറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഈ കഴുത്തിലുള്ള തുളസിമാല ഊരി പോക്കറ്റിൽ വെക്കേണ്ടി വരും. ഇങ്ങനെ പല വേഷങ്ങളിലാണ്. കാരണം ചില രാജ്യങ്ങളിൽ പരസ്യമായി ആധ്യാത്മികം പരിശീലിക്കുന്നത് നിഷേധിക്കപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വിമാനത്താവളത്തിൽ ഒരു സന്യാസി വര്യൻ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഉന്നതനായ അധികാരി പിടിച്ചു. അപ്പൊ ഈ വേഷം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് കളിയാക്കണം, പരിഹസിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ പരിപാടി എന്താ, വേഷഭൂഷമൊക്കെ കണ്ടിട്ട്. അപ്പൊ സന്യാസി വര്യൻ പറഞ്ഞു, ഞാൻ കൃഷ്ണനെ, ദൈവത്തിനെ കുറിച്ച് പ്രചരിപ്പിച്ച് നടക്കുക, എൻ്റെ ജീവിതം ഞാൻ അതിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിച്ച് നടക്കുകയാണ് ഞാൻ. അപ്പൊ അയാള് പരിഹാസഭാവത്തിൽ ചോദിച്ചു, ഭഗവാനെ കണ്ടിട്ടുണ്ടോ, ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടെ സന്യാസി പറഞ്ഞു, അനുദിനം ഞാൻ കൃഷ്ണ ഭഗവാന്റെ കരങ്ങൾ എന്നെ സംരക്ഷിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഒരു ദിവസം മുഖാമുഖം ഞാൻ കാണും. ആ പറഞ്ഞതിൻ്റെ കോൺഫിഡൻസ്. ഞാൻ ഡെയിലി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഭഗവാന്റെ സംരക്ഷണം, കൈകൾ ഞാൻ അനുഭവിക്കുന്നു. ഒരു ദിവസം ഞാൻ നേർക്കുനേർ മുഖാമുഖം ഭഗവാനെ കാണും. ആ പറഞ്ഞ കോൺഫിഡൻസിൽ ആ ഓഫീസർ സമ്മതിച്ചു. നമ്മളും അതാ, ഭഗവാനെ നേരിട്ട് കാണുന്നില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പടിയിലും ഭഗവാന്റെ സംരക്ഷണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ദൃഢമായി കഴിഞ്ഞാൽ ഒരു ദിവസം ആരെ കാണും? ഭഗവാനെ നേർക്കുനേർ കാണും. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്തരെല്ലാം വരാൻ പോകുന്ന ഒരു മീറ്റിങ്ങിനായിട്ട് ഒരു സ്ഥലം ബുക്ക് ചെയ്യാൻ പോയി. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ സർവർ വെയിറ്റേഴ്സ് ഇല്ലേ, ഈ ഹോട്ടലിലൊക്കെ ചോദിച്ച, നിങ്ങളാരും അവരെ കുറ്റപ്പെടുത്തരുത്, അവരെല്ലാം ശരിക്കും അവരുടെ ഓർഡേഴ്സ് കറക്റ്റ് ചെയ്തു തരും. കാരണം അവരെല്ലാം വിവാഹം കഴിഞ്ഞവരാണ്. മനസ്സിലായോ? Don't blame our waiters, they will execute your orders perfectly because they're all married. എനിക്ക് അവർ ആ ഫോട്ടോ എടുത്തയച്ചു. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. എന്നാ കുഴപ്പമില്ല. സോ ഇന്ന് നമ്മൾ ഭഗവാന്റെ സംരക്ഷണം അനുഭവിക്കുകയാണ്. ഒരു ദിവസം ഭഗവാനെ നേർക്കുനേർ നമ്മൾ കാണും. അപ്പൊ മൂന്നാമത്തെ വരി, അലക്ഷ്യം സർവഭൂതാനാം. എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാനെ മനസ്സിലാക്കണം, ഭഗവാനെ കാണണമെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ അല്പം കൈവരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ദിവസവും മുടങ്ങാതെ ഉള്ള നാമജപം, ബുക്സ് വായിക്കുക, സേവനങ്ങൾ ചെയ്യുക, അതിൻ്റെ തീവ്രത കൂട്ടിക്കൊണ്ടേയിരിക്കുക. എന്നാൽ നമുക്ക് ഭഗവാനെ മുഖാമുഖം കാണാൻ പറ്റും. പിന്നെ നാലാമത്തെ ലൈൻ, അന്തർബഹിർ അവസ്ഥിതം. അകത്തും പുറത്തും ഭഗവാന്റെ സംരക്ഷണമുണ്ട്. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം
അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സോ ഇതിന്റെ ഇതിന്റെ അർത്ഥം ഇപ്പൊ എല്ലാവർക്കും ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ശ്ലോകം തന്നെ നോക്കി നിങ്ങളുടെ സിമ്പിൾ ഭാഷയിൽ ആരെങ്കിലും ഒരാൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതിന്റെ അർത്ഥം പറയുക. വളരെ സിമ്പിളാണ്. നമസ്യേ പുരുഷം ത്വാദ്യം, ആദ്യം ഭഗവാനെ നമസ്കരിക്കുന്നു. പിന്നെ ഈശ്വരം പ്രകൃതിയെ, എല്ലാത്തിൻ്റെയും നിയന്താവ് പരമൻ ഭഗവാനാണ്. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. അന്തർബഹിരവിസ്ഥിതം, ആർക്ക് പറയാൻ പറ്റും? സിമ്പിളായിട്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ പറയുക, അർത്ഥം. ആര് പറയുന്നു? 4 ലൈനേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആരുമില്ലേ? സിന്ധു മാതാജി സിമ്പിളായിട്ട് പറയും. നമസ്യേ പുരുഷം ത്വാദ്യം, ആദ്യം ആരെ നമസ്കരിക്കുന്നു? ഈശ്വരം പ്രകൃതിയെ പരം. അർത്ഥം എന്താണ്? എല്ലാത്തിൻ്റെയും നിയന്താവും പരമനും. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അന്തർബഹിരവസ്ഥിതം, അകത്തും പുറത്തും സ്ഥിതി ചെയ്യും. ഇപ്പൊ ഇതിന്റെ ബ്യൂട്ടി, ഇപ്പൊ ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ ഉള്ളപ്പോൾ ശ്രീമദ് ഭാഗവതത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഭുപാദരുടെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. ഇതിനു മുമ്പേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പേ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്ന് പറയുന്ന ഒരു മഹാ ആചാര്യൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെയും മുമ്പേ ശ്രീധര സ്വാമികൾ, ചൈതന്യ മഹാപ്രഭു പോലും അനുകൂലിച്ച അല്ലെങ്കിൽ ആചരിച്ചത് ശ്രീധര സ്വാമികളുടെ വ്യാഖ്യാനമാണ്. അതിനും മുമ്പേ സൂതപൗരാണികൻ വിശദീകരിച്ചു, ശുകമഹർഷി വ്യാസൻ ഇങ്ങനെ എത്രയോ പേര് ഒരേ വിഷയത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു ആചാര്യൻ എന്ത് ചെയ്തു? ഈ ശ്ലോകത്തിനെ കൃഷ്ണ ഭഗവാനും കുന്തി മഹാറാണിയും നടുക്കുള്ള സംവാദമായി വിവരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഒരു ആചാര്യൻ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? കൃഷ്ണ ഭഗവാനും കുന്തിക്കും നടുവിലുള്ള ഒരു സംഭാഷണമാണ്. ഇപ്പൊ ഫസ്റ്റ് ലൈൻ എന്താണ്? നമസ്യേ പുരുഷം ത്വാദ്യം. ഭഗവാനെ കണ്ട ഉടനെ കുന്തി ദേവി ഓടി വന്ന് കാലിൽ തൊട്ട് തൊഴുതു. അതല്ലേ അതിന്റെ അർത്ഥം? ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ഭഗവാനെ ആദ്യം ഞാൻ നമസ്കരിക്കണം. ഇതിനെ ഒരു നാടകമായി, ഇതിനെ ഒരു കഥയായിട്ട് ഈ ഒരു ആചാര്യൻ വിശദീകരിച്ചു. കുന്തി ഓടി വന്ന് കൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ അങ്ങ് വീണു, അല്ലെങ്കിൽ പാദത്തിനെ തൊട്ട് നമസ്കരിച്ചു. ഭഗവാൻ ആ നമസ്കാരം ഏറ്റെടുക്കുമോ ഇല്ലേ? കുന്തി ഓടി വന്ന് കൃഷ്ണന്റെ പാദത്തിൽ തൊട്ട് വണങ്ങി. ഭഗവാൻ അത് സ്വീകരിക്കുമോ? അതായത് നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തിരസാമൃത സിന്ധു എന്ന പുസ്തകത്തിൽ പറയുന്നു, ഭഗവാൻ മറ്റുള്ളവർക്ക് തരുന്ന ആ ഒരു ബഹുമാനം. കുന്തി മഹാറാണിയെ കണ്ടാൽ ഭഗവാൻ ഓടിച്ചെന്ന് കുന്തിയുടെ പാദം തൊട്ട് തൊഴും. കാരണം അച്ഛൻ്റെ സഹോദരിയാണ്, അല്ലേ? അതേപോലെ വസുദേവർ, ദേവകി, നന്ദഗോപർ, യശോധ, ഇവരെല്ലാം കാണുമ്പോൾ ഭഗവാൻ ഓടിച്ചെന്ന് അവരെ പാദത്തിൽ വീഴും. യുധിഷ്ഠിരനെയും ഭീമനെയും കാണുമ്പോൾ വണങ്ങും. അർജുനനെ കാണുമ്പോൾ ആലിംഗനം ചെയ്യും. നകുല സഹദേവന്മാരെ കണ്ടാൽ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും.
ഭഗവാൻ ഈ പ്രോട്ടോകോൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. തന്നെക്കാളും പ്രായത്തിൽ, ഇപ്പൊ യുധിഷ്ഠിര മഹാരാജ കൃഷ്ണ ഭഗവാനേക്കാളും പ്രായത്തിൽ ഉയർന്നതെന്ന് പറഞ്ഞാൽ അധികമൊന്നുമല്ല, ഒരു 2 കൊല്ലം 3 കൊല്ലം അത്രയേ ഉള്ളൂ ഭഗവാനേക്കാളും പ്രായം കൂടുതൽ. എന്നാലും യുധിഷ്ഠിരനെയും ഭീമനെയും കാണുമ്പോൾ കൃഷ്ണ ഭഗവാൻ നിറഞ്ഞ മനസ്സോട് ചിരിച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് വളരെ നാൾ കഴിഞ്ഞ് തൻ്റെ പിതാവിനെ കാണുമ്പോൾ ആ കുട്ടി ഓടിച്ചെന്ന് അച്ഛനെ പിടിക്കും. അച്ഛൻ കച്ചവടത്തിന് പോയിരിക്കുക, മാസക്കണക്കിൽ വീട്ടിൽ വന്നിട്ടില്ല, മഴക്കാലം കഴിഞ്ഞാണ്, കച്ചവടമെല്ലാം കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വരുന്നു. അപ്പൊ ഈ 3-4 വയസ്സ് കുട്ടി അച്ഛനെ കണ്ടപാട് എന്ത് ചെയ്യും? നിഷ്കളങ്കമായി പുഞ്ചിരി തൂകി ഓടിച്ചെന്ന് അച്ഛനെ ആലിംഗനം ചെയ്യും. അതുപോലെ ഭഗവാൻ ധർമ്മപുത്രരെയും ഭീമനെയും കാണുമ്പോൾ ഓടിച്ചെന്ന് അവരെ പാദം തൊട്ട് തൊഴും സന്തോഷത്തോടെ. അർജുനനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ആലിംഗനം ചെയ്യും. അതേപോലെ പ്രായത്തിൽ കൂടിയ കുന്തി മഹാറാണി ഇവരെല്ലാം കണ്ടാലും ഭഗവാൻ ഓടിച്ചെന്ന് അവരെ പാദത്തിൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കഥ തിരിഞ്ഞുപോയി. കൃഷ്ണ ഭഗവാൻ കുന്തിയുടെ പാദത്തിൽ വീഴുന്നതിന് പകരം ഇപ്പൊ ഇവിടെ ആരാ വീണത്? നമസ്യേ പുരുഷം ത്വാദ്യം. കുന്തി ചെന്ന് ആദ്യം ആരുടെ കാലിൽ വീണോ? കൃഷ്ണ. ഉടനെ ഭഗവാന് വളരെ ഒരു അൺഈസിനെസ്, മലയാളത്തിൽ എങ്ങനെ പറയും? അസ്വസ്ഥത അല്ലേ? ശരിക്കുമുള്ള ഒരു വൈഷ്ണവന് മറ്റുള്ളവർ സ്തുതിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. സത്യസന്ധമായ വൈഷ്ണവൻ നമുക്കൊക്കെ അതങ്ങ് ഇഷ്ടപ്പെടും. അഥവാ ആരെങ്കിലും മറന്നു പോയാലും നമ്മൾ 2 പോയിന്റ് എടുത്തു കൊടുക്കും. അത് ഞാനാ ചെയ്തത്, എൻ്റെ പേര് വന്നില്ലല്ലോ. അടുത്ത മാസം ഓണം വരണം, ആ രംഗോലി ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. കഴിഞ്ഞ വർഷം ഇരുന്നിരുന്ന് നമ്മളൊരു രംഗോലി നടത്തി. അപ്പോ നമുക്ക് നമ്മളെ ആൾക്കാർ സ്തുതിക്കുന്നത് ഇഷ്ടമാണ്. സ്തുതി ആരെങ്കിലും വിട്ടാൽ പോലും നമ്മൾ അതിനെ ഓർമ്മിപ്പിക്കും. പക്ഷെ യഥാർത്ഥ വൈഷ്ണവന് മറ്റുള്ളവർ അയാളെ സ്തുതിക്കുമ്പോൾ വളരെ ഒരു അസ്വസ്ഥതയാണ്. ഒരിക്കല് പരമപൂജ്യ രാധാനാഥ് സ്വാമിയും അദ്ദേഹം ദിവസവും രാവിലെ മംഗളാരത്തി കഴിഞ്ഞാൽ പല സന്യാസിമാരും ഭക്തരുടെ കൂടെ ഇരുന്ന് 16 മാലയും എണീക്കാതെ ജപിക്കും. പല ക്ഷേത്രങ്ങളിലും ഇത് പതിവാണ്. 16 മാല അല്ലെങ്കിലും 7-8 മാല എല്ലാവരും അവിടെ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ശ്രദ്ധയോട് ജപിക്കും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം എണീറ്റ് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ പിന്നീട് ഒരു ഭക്തൻ ചോദിച്ചു, അതെന്താ പതിവില്ലാതെ അങ്ങ് എണീറ്റ് പോയത്? അപ്പൊ ആ സന്യാസി വര്യൻ മറുപടി പറഞ്ഞു, എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായി. ഇത് നമുക്ക് മനസ്സിലാവേയില്ല. നമ്മൾ പുതിയ ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കുന്നത് എല്ലാവരും എന്നെ നോക്കണം എന്നൊരു ധാരണയിലാണ്, ചിന്തയിലാണ്. പക്ഷെ എല്ലാവരും എന്നെ നോക്കുന്ന അതുകൊണ്ട് അസ്വസ്ഥനായി അദ്ദേഹം മാറി ചെന്നിരുന്ന് ജപിച്ചു എന്നാണ്. അപ്പൊ കുന്തി മഹാറാണി കൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ തൊട്ടപ്പോൾ ഭഗവാന് വളരെയധികം അസ്വസ്ഥത തോന്നി. ഭഗവാൻ പറഞ്ഞു, എന്നെ തൊടരുത്, എൻ്റെ പാദത്തിൽ തൊടരുത്, ഞാനാണ് അങ്ങയെ വന്ദിക്കേണ്ടത്. എന്താ കുന്തി മഹാറാണി ചെയ്യുന്നത്? എൻ്റെ പാദത്തിൽ തൊടരുത് എന്ന് അവിടെ ഭഗവാൻ അതിനെ തടഞ്ഞു. ഉടനെ കുന്തി മഹാറാണി പറഞ്ഞു, അങ്ങല്ലേ ഉയർന്നത്, അങ്ങല്ലേ പുരുഷൻ, അങ്ങല്ലേ ഇത് എന്താ ആദ്യത്തെ ജീവാത്മ, ആദ്യം, അങ്ങല്ലേ ഭഗവാൻ, അങ്ങല്ലേ പുരുഷൻ, അങ്ങല്ലേ സർവേശ്വരൻ, അങ്ങയുടെ പാദത്തിൽ വീഴാതെ ഞാൻ എവിടെ പോയി വീഴാൻ? ആ കുന്തി മഹാറാണി ചോദിച്ചു. ഇല്ലേ, ആ കൃഷ്ണ ഭഗവാൻ വെണ്ണ കഴിക്കുന്ന കഥയിൽ ആ മണിയടിക്കുന്ന കഥയില്ലേ? അപ്പൊ മണികളെടുത്ത് എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മണികൾ എന്താ പറഞ്ഞത്? ഭഗവാൻ കഴിക്കുമ്പോൾ അടിക്കാതെ പിന്നെ എപ്പോഴാ അടിക്കുക? അങ്ങല്ലേ പുരുഷൻ, അങ്ങല്ലേ ആദ്യം ഉണ്ടായത്, അങ്ങല്ലേ പരമൻ എന്ന് കുന്തി മഹാറാണി പറഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ ഒരു ഉപനിഷത്തിലിരുന്ന ഒരു ശ്ലോകം പറഞ്ഞിട്ട് പറഞ്ഞു,
ഞാനും ആദ്യമേ ഉണ്ടായി, നീയും ആദ്യമേ ഉണ്ടായി. ഭഗവത്ഗീതയിൽ അങ്ങനെ ശ്ലോകമുണ്ട് ഇല്ലേ? വിതേതാനി ഞാനും എന്നേക്കും. ആ ശ്ലോകം ഓർമ്മയുണ്ടോ ഭഗവത്ഗീതയിൽ? ഞാനും എപ്പോഴും ഉണ്ട്, നീയും എപ്പോഴും ഉണ്ട്. നമ്മൾ രണ്ടുപേരും, അതായത് ആത്മാവിനും, അതല്ലേ നമ്മൾ ഗീതയിൽ പഠിച്ചിരിക്കുന്നത്. ഇപ്പോ കുന്തി വന്ന് കൃഷ്ണ ഭഗവാന്റെ കാലിൽ വീണപ്പോ ഭഗവാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോ കുന്തി പറഞ്ഞു, അങ്ങാണ് ആദ്യം പുരാണ പുരുഷം, ആദ്യത്തെ ആളെന്നൊക്കെ പറഞ്ഞപ്പോ കൃഷ്ണ ഭഗവാൻ മറുപടി പറയാ, എന്താണ്? ഞാനല്ല ആദ്യം ഉണ്ടായത്, നമ്മൾ രണ്ടുപേരും ആദ്യം. ആത്മാവും ഇല്ലേ, നമ്മൾ ഗീതയിൽ വായിച്ച ഓർമ്മയുണ്ടോ? ആത്മാവിന് തുടക്കമില്ല, ആത്മാവിന് അവസാനമില്ല. അപ്പൊ ഞാനും ആദ്യമേ ഉണ്ടായി, കുന്തി നീയും ആദ്യമേ ഉണ്ടായി. അപ്പൊ എങ്ങനെ ഇത് പറയുന്നത് ശരിയാകും? നമ്മൾ രണ്ടുപേരും, ഞാനാണ് ആദ്യം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഉടനെ കുന്തി മഹാറാണി പറഞ്ഞു, ഈശ്വരം പ്രകൃതേ പരം, അങ്ങാണ് പരമൻ. നമ്മൾ രണ്ട് ആത്മാക്കൾ രണ്ടുമേ ആദ്യമേ ഉണ്ടായെങ്കിലും അങ്ങാണ് പരമൻ, അങ്ങാണ് ഉയർന്നത്. എന്നെയും നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവത്ര ജീവജാലങ്ങൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പരമൻ അങ്ങാണ് എന്ന് പറഞ്ഞു. അപ്പോ അടുത്തത് ഭഗവാൻ ചോദിച്ചു, അപ്പൊ എന്നെ നീ പരമാത്മാ എന്ന് പറയുകയാണോ, ദൈവം എന്ന് പറയുകയാണോ, എന്നെ പരമാത്മാ എന്ന് പറയുകയാണോ എന്ന് ഭഗവാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞപ്പോ കുന്തി മഹാറാണി അടുത്ത ലൈനിൽ പറയാ, അങ്ങ് ദൈവമാണ്, പരമാത്മാവാണ്, പക്ഷേ എല്ലാവർക്കും മനസ്സിലാവില്ല. അതാണ് തേർഡ് ലൈൻ, അലക്ഷ്യം സർവഭൂതാന. എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ, അതിനല്പം യോഗ്യത വേണം. നമ്മൾ നമ്മുടെ യോഗ്യതകളെ വളർത്തുന്നതനുസരിച്ച് ഭഗവാന്റെ അടുത്ത് പോകും. ഈ കൃഷ്ണാവബോധത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പൊ ചിലർ ഞങ്ങൾ 20 കൊല്ലമായി വന്ന്, ഞങ്ങൾ 10 കൊല്ലമായി വന്ന്, ഞാൻ 3 കൊല്ലം, ഈ 1.5 കൊല്ലമൊക്കെ വന്നിട്ട് ഞാൻ സീനിയറാണ്, ഞാൻ പറയണത് ആ ഭക്തൻ കേൾക്കുന്നില്ല, ഈ ഭക്തൻ. പ്രായം കൊണ്ടോ നാളുകൾ കൊണ്ടോ അല്ല നമ്മുടെ സീനിയോറിറ്റി, ഭഗവാനെ എത്ര ആശ്രയിക്കുന്നു എന്നുള്ളതിലാണ് സീനിയോറിറ്റി. പലപ്പോഴും ഈ മുതിർന്നത് എന്ന് വിചാരിക്കുന്ന ഭക്തന്മാർ ഭക്തിയിൽ വെള്ളം ചേർക്കാറുണ്ട്. ജപിക്കൂല, അത് കൃഷ്ണൻ എല്ലാം അറിയാം. പ്രസാദം കഴിക്കൂല, യമനിയമങ്ങൾ പാലിക്കില്ല, അവിടെ വെള്ളം ചേർക്കും, ഇവിടെ വെള്ളം. കാരണം ഞാൻ ആ ഒരു അവസ്ഥ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ ഈ മുതിർന്ന ഭക്തർക്ക് ഉണ്ടാകാറുണ്ട്. ഭക്തിയിൽ ഞാൻ എപ്പോഴും തുടക്കക്കാരനാണെന്ന് വിചാരിക്കുന്നത് ആ ഭക്തിക്ക് നല്ലത്. ഞാനത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പോയി. അപ്പോ എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ടും കുന്തിയെ നമസ്കരിക്കാൻ ഭഗവാൻ അനുവദിക്കുന്നില്ല. അപ്പൊ കുന്തി പറഞ്ഞു, എല്ലാം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഭഗവാൻ ഭക്തരെ അകത്തിരുന്ന് സംരക്ഷിക്കുന്നതും അന്തർബഹീരവസ്ഥിതം, പുറത്തിരുന്ന് സംരക്ഷിക്കുന്നതും എല്ലാം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എന്താ സംഭവിച്ചത്? അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രത്തിനെ ഉത്തരയുടെ ഗർഭത്തിനെ നോക്കി അയച്ചപ്പോ ഉത്തര 2 കൈകളും തൂക്കിക്കൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ ഓടി വന്നപ്പോ ആ കൃഷ്ണ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിനകത്ത് പ്രവേശിച്ച് ബ്രഹ്മാസ്ത്രത്തിനെ തടഞ്ഞ് ആ പരീക്ഷത്തിനെ രക്ഷിച്ചത് അതും ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻ്റെ മക്കളായ പാണ്ഡവരെ കുരുക്ഷേത്ര ഭൂമിയിൽ കൂടെ നിന്ന് ഓരോ സ്റ്റെപ്പിലും രക്ഷിച്ചതും ഞാൻ കണ്ടതാണ്. പുറത്തും ഭഗവാൻ രക്ഷിച്ചത് ഞാൻ കണ്ടു, അകത്തും അന്തർബഹീർ അവസ്ഥിതം. സോ ഇത് ഈ ശ്ലോകം ഒരു ആചാര്യൻ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആക്കി മാറ്റി. ഓരോ ആചാര്യന്മാരും ഭാഗവതത്തിന്റെ ശ്ലോകത്തിനെ വ്യത്യസ്തമായ കോണുകളിലിരുന്ന് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ സ്വാദ്, അതിൻ്റെ സ്വീറ്റ്നെസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ടൈം 8 ആയി. സോ നാളെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. ഈ ശ്ലോകം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ബൈഹാർട്ട് ചെയ്യാൻ പറ്റും.
കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓൺലൈനിലുള്ളവർക്കും മറ്റുള്ളവർക്കും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉത്തരാദേവിയുടെ ഹരേ കൃഷ്ണ കേൾക്കാമോ? ഭൗതിക ലോകത്തിൽ നമുക്ക് ആരെയും പ്രശംസിക്കണം, സംസാരിക്കാൻ പറ്റുന്നത് എന്താണ് ഈഗോയിസത്തിന്റെ കേസ് വരുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഭൗതിക ലോകത്തിൽ നമുക്ക് പരസ്വഭാവ കർമാണി ന പ്രശംസേന ന ഗാർഹയേത്. ആരിനെയും ഒന്നിനെയും നമുക്ക് കുറ്റം പറയാനോ വിമർശിക്കാനോ ഉള്ള അനുവാദമില്ല. ഇപ്പൊ ഉദാഹരണം, ഭഗവത്ഗീതയുടെ ആദ്യത്തെ പാഠം ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ്, എല്ലാവർക്കും അറിയാം അല്ലേ? അത് വെച്ചാണ് നമ്മൾ എല്ലാവരെയും നീ മായയിലാണ് അത് ഇത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ ശരീരമല്ല ആത്മാവാണ്, എന്നാൽ ഈ ശരീരമില്ലാതെ ഈ ലോകം കടക്കാൻ പറ്റുമോ? മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുമോ? ഞാൻ ശരീരമല്ല ആത്മാവാണെങ്കിലും ആ ആത്മാവിന് ഭഗവാന്റെ അടുത്ത് പോകാൻ എന്ത് വേണം? ശരീരം വേണം. ബാക്ക്ഗ്രൗണ്ട് എത്ര ഡാർക്ക് ആകുമോ അത്രയ്ക്കും ആ കോൺട്രാസ്റ്റിംഗ് ഇമേജ് പുറത്തു വരും. ഹിരണ്യകശിപു രൂക്ഷമാകുന്തോറും പ്രഹ്ലാദന്റെ മഹിമ ലോകം അറിഞ്ഞു അല്ലേ? അപ്പോ ആ മെറ്റീരിയൽ നേച്ചറും വേണം. അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് എന്നെ വേദനിപ്പിക്കുക, എന്നെ ഇത് ചെയ്യുക, മുന്നോട്ട് പോകാൻ അനുവദിക്കുക. അതുകൊണ്ട് ആരെയും തന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നേരിട്ടോ അല്ലാതെയോ അവരെല്ലാവരും എന്നെ എൻ്റെ യാത്രയിൽ സഹായിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താനുള്ള, അപ്പൊ വെളിയിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ലാത്തപ്പോ ഭക്തരെ കുറ്റപ്പെടുത്താൻ അധികാരമുണ്ടോ? ഒട്ടുമേ ഇല്ല. കാരണം ഓരോ ഭക്തനും ഓരോ വെറൈറ്റിയാണ്. ഭഗവാൻ അവനെ അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. 16 മാല ജപിക്കും, പല്ല് തേക്കില്ല. കൃഷ്ണന് അയാളെ ഇഷ്ടമാണ്. ഒരാൾ കുളിക്കത്തില്ല, പക്ഷെ 16 മാല ജപിക്കും, അയാളെയും കൃഷ്ണന് ഇഷ്ടമാണ്. പല്ല് തേക്കും, കുളിക്കും, ജപിക്കത്തില്ല, അയാളെയും ഇഷ്ടമാണ് അല്ലേ? സീതാമാതാവിനെ രക്ഷിക്കാൻ വിഭീഷണൻ വാ തുറന്നു, വിഭീഷണനെയും ഇഷ്ടമാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്നപ്പോൾ മൗനമായിരുന്നു ഭീഷ്മരെയും ഇഷ്ടമാണ്. ഒരു ദിവസം 2 ഭക്തന്മാരുടെ ഇടയ്ക്ക് ചർച്ചയായി. അപ്പൊ ഈ ചർച്ച തമാൽ കൃഷ്ണ മഹാരാജ് പോയി പ്രഭുപാദരുടെ അടുത്ത് ചോദിക്കുകയാണ്. ഒരു പ്രഭുവും യമുന മാതാജി, ഒരു സീനിയർ ഡിവോട്ടിയും യമുന മാതാജി. യമുന മാതാജി പറയുന്നു, കൃഷ്ണനും ബലരാമനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, നിറത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രഭുപാദ് പറഞ്ഞു, യു ആർ കറക്റ്റ്. യമുന എടുത്ത് പറഞ്ഞു, യു ആർ റൈറ്റ്. ഉടനെ മറ്റേ ഭക്തൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? എന്തൊക്കെയാണെങ്കിലും കൃഷ്ണ ഭഗവാനാണ് ഉയർന്നത്, മറ്റെല്ലാ വിസ്തരണങ്ങളും അവതാരം ഒരു പടി താഴ്ന്നതാണ്. പ്രഭുപാദർ ആ ഭക്തന്റെ അടുത്ത് പറഞ്ഞു, യു ആർ കറക്റ്റ്. അടുത്തത് ഇങ്ങനെ ഡിസ്കഷൻ നടന്ന അവസാനം തമാൽ കൃഷ്ണ മഹാരാജ് ചോദിച്ചു, എന്താ പ്രഭുപാദ് രണ്ടുപേരെയും കറക്റ്റ് എന്ന് പറയുന്നു, ഇതെങ്ങനെ രണ്ടുപേരും കറക്റ്റ് ആവും? പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു, യു ആർ ഓൾസോ കറക്റ്റ്. ഇത്രയും വൈരുദ്ധ്യവും ആ വൈരുദ്ധ്യം പെർഫെക്റ്റ് ആയിട്ടും ഭഗവാന്റെ ക്രിയേഷനിൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ മാതാജിമാര് പരിപ്പ് വെള്ളം സാമ്പാർ ഇതൊക്കെ ഒന്നിൽ നിന്നെടുത്ത് രസം ഉണ്ടാക്കും, അതിൽ നിന്നെടുത്ത് ഇപ്പുറത്തുണ്ടാക്കും, അതൊക്കെ ചെയ്യും. പെർഫെക്ഷൻ ആവില്ല. ഒന്നിലിരുന്ന് എത്ര വന്നു അത്രയും പെർഫെക്റ്റ് ആക്കും. അതേതാ ശ്ലോകം?
പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ആ അവശിഷ്ടവും പൂർണ്ണമാണ്, അതിൽ നിന്ന് എടുത്ത എല്ലാം പൂർണ്ണമാണ്. സോ ഭഗവാന്റെ അതിൽ മാത്രമേ ആ പെർഫെക്ഷൻ വരുള്ളൂ. സോ ഭഗവാൻ കാണുന്നത്, ചില ഭക്തരിൽ ഭഗവാൻ കാണുന്നത് അവൻ എത്ര സർവീസ് ചെയ്യും. വേറൊരു ഭക്തന്റെ അടുത്ത് ഭഗവാൻ കാണുന്നത് അവന് സർവീസ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് എത്ര മടി കാണിക്കുന്നു. ഒരുത്തൻ എത്ര പോക്കറ്റിൽ നിന്ന് കാണിക്കവഞ്ചിയിലിട്ടു, ഇനി ഒരുത്തൻ ഇടാതെ എത്ര ഒളിപ്പിച്ചു വെച്ചു. ഓരോരുത്തരുടെ സ്കെയിൽ ഡിഫറെന്റ് ആണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ബന്ധം. സോ ആരെയും വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. ആരെയും വിമർശിക്കാം അധികാരം യമരാജനും ഗുരുവിനും ഉണ്ട്. ഇപ്പോ ഞാനാണ് ഒരു ഭക്തനെ പ്രചാരം ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ അയാളെടുത്ത് ശരിയും തെറ്റും അവതരിപ്പിക്കാനുള്ള ഒരു അധികാരം എനിക്കുണ്ട്, കുറ്റപ്പെടുത്താനില്ല. കാരണം നമ്മളിൽ ആരാണ് കുറ്റത്തിന് അതീതമായവർ? അല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ മിടുക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരത് കാണാതെ ഒളിപ്പിക്കാൻ നമുക്കറിയാം. അത്രയും സ്മാർട്ട്നെസ് നമുക്കുണ്ട്. സോ ഭൗതിക ആൾക്കാരെ പോലും വിമർശിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉള്ളപ്പോൾ ഭക്തന്മാരെ ഒട്ടുമേ ന പ്രശംസേന ന ഗാർഹയേത്. വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. श्रील प्रभुपाद की जय, कुंती महारानी की जय. നാളെ 7 o'clock മേലെ ടെമ്പിൾ ഹാളിൽ സൺഡേ പ്രോഗ്രാമോട് ചേർന്നു.